വന്ദേമാതരത്തിന് എതിരായ ശബ്ദ കോലാഹലം ഭാരതത്തിൻ്റെ ആത്മാവിന് എതിരെയുള്ള മാനസിക കലാപമെന്ന് ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ തപസ്യ കലാസാഹിത്യവേദി ആലുവയിൽ സംഘടിപ്പിച്ച അക്ഷരോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അക്ഷരോത്സവത്തിൽ സാഹിത്യ ചർച്ചകളും കവിയരങ്ങും നടന്നു. വന്ദേമാതരം പാടരുതെന്ന ഇസ്ലാമിസ്റ്റുകളുടെ ഭീഷണിക്ക് മുൻപിൽ കോൺഗ്രസ് കീഴടങ്ങുകയായിരുന്നുവെന്ന് ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ. 1923 കാക്കിനട സമ്മേളനം വരെ കോൺഗ്രസ് വന്ദേമാതരം പൂർണ്ണമായും പാടിയിരുന്നു. ഈ സമ്മേളനത്തിൽ വന്ദേമാതരം പാടരുതെന്ന മൗലാന മുഹമ്മദ് അലിയുടെ സമ്മർദ്ദത്തിന് തലകുനിക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. തപസ്യ അക്ഷരോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്ദേമാതരത്തിനെതിരായുള്ളത് ഭാരതത്തിന്റെ ആത്മാവിന് നേരെ നടന്ന മാനസിക കലാപമായിരുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. ഒരു മഹാരാജ്യത്തിന്റെ സാംസ്കാരികമായ പാരമ്പര്യം ചില കൊച്ചു മനുഷ്യരുടെ പിടിവാശിക്ക് മുമ്പിൽ അടിയറവ് വയ്ക്കാനുള്ളതാണോ എന്നുള്ളതാണ് നമ്മളെ അഭിമുഖീകരിക്കുന്ന ചോദ്യം. വന്ദേമാതരം മ്ലേച്ഛമാണെന്ന് ആരാണ് ഇവിടെ ആദ്യം പറഞ്ഞത്? മൗലാന മുഹമ്മദ് അലി. ആ വർഗീയ കലാപങ്ങൾ ഫിസിക്കലായിരുന്നു അല്ലെങ്കിൽ ശാരീരികമായിരുന്നു എങ്കിൽ ഇത് മാനസികമായ കലാപമാണ്. ഇന്ത്യയുടെ നേരെ, ഭാരതത്തിന്റെ ആത്മാവിന് നേരെ നടത്തിയിട്ടുള്ള ഒരു മാനസിക കലാപമായിരുന്നു ഈ വന്ദേമാതരത്തിന് നേരെയുള്ള ആക്രമണം. തപസ്യ കലാസാഹിത്യവേദി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ചാണ് ആലുവ YMCAയിൽ അക്ഷരോത്സവം സംഘടിപ്പിച്ചത്. തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KT രാമചന്ദ്രൻ, ജില്ലാ അധ്യക്ഷൻ വെണ്ണല മോഹൻ, വർക്കിംഗ് പ്രസിഡന്റ് S പ്രേംകുമാർ, സംസ്കാർ ഭാരതി ദേശീയ സമിതി അംഗം ലക്ഷ്മി നാരായണൻ എന്നിവർ സംസാരിച്ചു. അക്ഷരോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ സാഹിത്യ ചർച്ചകളും കവിയരങ്ങും കാവ്യകേളിയും നടന്നു. നാളെ സ്മൃതി സദസ്സും എഴുത്തുകാരുടെ സംഗമവും ആദരണ സഭയും സമാപന സമ്മേളനവും നടക്കും. ജനം, കൊച്ചി.